ഹലോ മച്ചമാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ റിവ്യൂയിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം ഇന്ന് ഏപ്രിൽ 26 തീയതി ഇലക്ഷൻ ഡേ ആണ്. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്ത് വിശ്വസിക്കുന്നു. കാരണം നാടിന് ഗുണമുള്ളവനെയാണ് വിജയിപ്പിക്കേണ്ടത്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ പാർട്ടിയുടെ നിറമോ അല്ലെങ്കിൽ എന്താ പറയുക പാർട്ടി വിചാരിച്ചിട്ടല്ല. നമുക്ക് ഉപകാരപ്പെടും അല്ലെങ്കിൽ നമ്മുടെ നാടിന് നന്മ ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ സാധിക്കുന്നുള്ള ഒരു വ്യക്തിയെ വിജയിപ്പിക്കുക. കാരണം നാടാണെങ്കിലും നാടിനോടൊപ്പമാണെങ്കിലും വീടിനോടൊപ്പമാണെങ്കിലും കൂട്ടുകാരോടൊപ്പമാണെങ്കിലും ബാക്കിയെല്ലാം സൗഹൃദത്തോടൊപ്പമൊക്കെയോ എല്ലാം മറന്ന് നമ്മുടെ ഒപ്പം ഇതിനു വേണ്ടി തയ്യാറാവുന്ന വ്യക്തിയെ വിജയിപ്പിക്കുകയോ. അല്ലാതെ മതവും ജാതിയും പറഞ്ഞ് വീട്ടിലിരിക്കുന്നവനെ അല്ല നമ്മൾ വിജയിപ്പിക്കണമെന്ന് ഓർക്കുക, തീരുമാനിക്കുക. അപ്പോൾ നമ്മുടെ വോട്ടെന്ന് പറയുന്ന വലിയൊരു ധർമ്മം കഴിഞ്ഞിട്ട് മറ്റൊരു നമ്മുടെ ഉത്തരവാദിത്തമാണ് റിവ്യൂ ചെയ്യുന്നുള്ളത്. റിവ്യൂ ചെയ്യാൻ തന്നെ അടുത്ത് മുഖേണ്ട പവി കാറ്റേക്കർ നമ്മുടെ പേര് നമ്മുടെ ജനപ്രിയ നായകൻ്റെ തിരിച്ചുവരവ് വന്ന അദ്ദേഹത്തിൻ്റെ ഫാൻസും ഒരുപാട് പേരും വിശ്വസിച്ചു കൊള്ളുന്ന ഒരു ടീസറും ട്രെയിലർ തന്നെയൊക്കെയായിരുന്നു. പക്ഷേ ഈ ടീസറാണ് ട്രെയിലാണ് എനിക്ക് വലിയ ഉത്തരവാദിത്തം അല്ലെങ്കിൽ എന്താ പറയുക വലിയൊരു വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 50-50 ചാൻസ് ആയിരുന്നു. കാരണം തീരെ പ്രതീക്ഷയിലാണ് ചിത്രത്തിന് ടിക്കറ്റ് എടുത്തത്. എങ്കിൽ പോലും ആ പ്രതീക്ഷയെല്ലാം എന്നെ മാറ്റിമറിച്ചു എന്നാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. നമുക്ക് അതിലോട്ട് വഴിയെ കിടക്കാം. പവി കെയർടേക്കറിൻ്റെ ഡയറക്ഷൻ ചെയ്തത് വിനീത് കുമാറാണ്. രാകേഷാണ് ഇതിൻ്റെ തിരക്കഥ. ദിലീപാണ് ഇതിൻ്റെ നിർമ്മാണം ചെയ്തിട്ടുള്ളത്. കാശ് നോക്കി കഴിഞ്ഞാൽ ദിലീപ്, ജനപ്രിയ നായകനായ ദിലീപും അതുപോലെ തന്നെ വിനീത് കുമാർ, ജോണി ആൻ്റണി, അതുപോലെ തന്നെ ഒരുപാട് പുതുമുഖ താരങ്ങളാണ് വന്നിട്ടുള്ളത്. സാദി, ജ്യോതി, അതുപോലെ ലീന തുടങ്ങിയ ഒരുപാട് താരങ്ങൾ ചിത്രത്തിലുണ്ട്. ചില വ്യക്തികൾ പേരല്ല പുതുമുഖമായിട്ടുള്ള നടികളാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ തറമ്പച്ച ബോൾക്കാട്ടി, അങ്ങനെ കുറച്ച് താരങ്ങളുള്ള സ്പേസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ എടുത്തു പറഞ്ഞാൽ നമ്മുടെ പണ്ട് ഏഷ്യാനെറ്റിലൊക്കെ സീരിയലിനൊക്കെ ഒരു റിവ്യൂ, അതുപോലെ തന്നെ നമ്മുടെ ടെലിവിഷൻ അവാർഡിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയും ഇതിൽ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ താരങ്ങളോടെയാണ് പവി കെയർടേക്കർ ആരംഭിച്ചിട്ടുള്ളത്. നമ്മൾ ട്രെയിലർ കണ്ട പോലെ തന്നെ ഒരു ഫ്ലാറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് എത്രമാത്രം വിജയിച്ചില്ല എന്നൊക്കെ പയ്യെ നമുക്കതിലോട്ട് കിടക്കാം. നമ്മൾ ജനപ്രിയ നായകൻ ദിലീപിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം മുൻ ചിത്രം നമ്മളെല്ലാം കണ്ടുള്ള വ്യക്തികളാണ്. കാരണം പണ്ടത്തെ ഒരു ദിലീപ് ഉണ്ടായിരുന്നു. കോമഡിയൊക്കെ എന്താ പറയുക ബാനമെല്ലാം കൈന്നിട്ട് പോലും അത് കേൾക്കുന്ന തിയേറ്ററിൽ കൊടുകൂടാ ചിരിപ്പിക്കുന്ന ഒരു ദിലീപ്. അപ്പോൾ ഈ ചിത്രം ഇറങ്ങുമ്പോൾ ഒരുപാട് പേര് പഴയ ദിലീപേട്ടൻ തിരിച്ചു വരട്ടെ എന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് പലരും കാത്തിരുന്നിരുന്നത്. എനിക്ക് പറയാനുള്ള പഴയ ദിലീപേട്ടൻ ഏകദേശം നമുക്കൊരു 70% പഴയ ദിലീപിനെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പഴയ ദിലീപിനെ ഒരിക്കലും കിട്ടില്ലെങ്കിൽ പോലും പഴയ ദിലീപ് പുതിയ തലമുറയോടൊപ്പമുള്ള മാറ്റങ്ങളോടെ കോമഡി ട്രാക്കിൽ വരുന്ന ദിലീപിന് ഇതിൽ തിരിച്ച് കിട്ടേണ്ടത് തന്നെയാണ് എനിക്ക് ഏറ്റവും തന്നെ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്ന പശ്ചാത്തലമായി വരുന്നതാണ്. മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് അത്യാവശ്യം പണിയെടുത്തിട്ടുണ്ട്. കാരണം ഇതിന് ഇമോഷൻസ് ആണെങ്കിലും ഇപ്പോൾ തന്നെ ലവ് ട്രാക്ക് ആണെങ്കിൽ പോലും ദിലീപ് എന്ന് പറയുന്ന നടനാണെങ്കിലും ബാക്കിയുള്ള ഏത് വ്യക്തിക്കാനും ആ ബാക്ക്ഗ്രൗണ്ട് വരുന്ന പശ്ചാത്തലം വളരെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇമോഷണലായിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കേട്ടിരിക്കാൻ തോന്നുന്നതാണ്. അതിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യം തന്നെയാണ് ഇതിൻ്റെ പാട്ടുകളാണെങ്കിലും. എനിക്കിതിൽ ഒരു തുടക്കത്തിൽ പാട്ട് കാണാൻ പാട്ടിന് വലിയ പ്രാധാന്യം ഇല്ലയെന്നാണ് എനിക്ക് തോന്നിയെങ്കിൽ പോലും അത് റിപ്പീറ്റ് അടിച്ച് ആ പാട്ട് വീണ്ടും കേൾക്കാൻ തോന്നുന്നുണ്ട്. കാരണം നമ്മൾ തിയേറ്റർ വിട്ടിറങ്ങിയാലും ചില പാട്ടുകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് തങ്ങി നിൽക്കും. അതാണ് അതിൻ്റെ ക്ലൈമാക്സിലുള്ള ഒരവസ്ഥയായിട്ട് കൊണ്ടുവച്ചിട്ടുള്ളത്. നമ്മളൊരു സ്റ്റോറി നോക്കുക വെച്ചാൽ ഒരു ഫ്ലാറ്റും അവിടെയാണ് ഒരു കെയർടേക്കറായിട്ടും സെക്യൂരിറ്റി ഒരു വ്യക്തി വർക്ക് ചെയ്തിട്ട് പവിത്ര എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ പവി എന്നാണ് വിളിക്കുക. അപ്പോൾ പവി ആയിട്ട് ദിലീപാണ് വന്നിട്ടുള്ളത്. നമ്മൾ ടീസർ ട്രെയിലർ കണ്ടുള്ളതാണ്. അപ്പോൾ ഫ്ലാറ്റുമായിട്ട് അദ്ദേഹം വെച്ചാൽ ആരും ഇല്ലാത്തൊരു ലൈഫാണ്. കാരണം ജീവിതത്തിൽ ഒറ്റപ്പെട്ട് പോയിട്ടുള്ള എല്ലാവരും ദേഷ്യവും കാര്യങ്ങളുമായിട്ട് ഉള്ളൊരു വ്യക്തി. കാരണം സ്വയം ജീവിക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി ജീവിച്ച വ്യക്തി, ഒന്നുമില്ലാതായിട്ടുള്ള വ്യക്തി. അപ്പോൾ ഒരുപാട് പ്രാരാബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആരുമില്ല, ലൈഫിൽ ഒരു പെണ്ണ് വേണ്ട തീരുമാനിക്കുന്ന വ്യക്തി ഒക്കെയാണ് ആ ഫ്ലൈറ്റിൽ ആദ്യം ചുറ്റിപ്പറ്റി 4 പെൺകുട്ടികളും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നമ്മുടെ റോമിയോ ഉള്ള പോലത്തെ ചിത്രമല്ല കടന്നു പോയിട്ടുള്ളത്. അതിലേക്ക് വേറെ ട്രാക്കാണ്. അപ്പോൾ അങ്ങനെ കടന്നു പോകുന്നു. അങ്ങനെ പവിയുടെ ജീവിതത്തിലേക്ക് മറ്റൊരു പെൺകുട്ടി കടന്നു വരുമ്പോൾ കാണാതെ ഒരു പരസ്പരം എന്താ പറയുക കത്തുകൾ കൈമാറും എന്നുള്ള ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക കൂടുതൽ സ്പോയിലറാവും. നമ്മുടെ ഒരു ബോഡി ഗാർഡോ ആ ടച്ചൊക്കെയാണ് പിടിച്ചിട്ടുള്ളത് പകുതി വരെയും. ലാസ്റ്റ് ഞെട്ടിക്കുന്ന ക്ലൈമാക്സ് എന്ന് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും ഒരു ആശ്വാസനീയമായ ഒരു ക്ലൈമാക്സ് ഒക്കെയാണ് ചെന്ന് അവസാനിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവ് എനിക്ക് തോന്നിയിട്ടുള്ള എടുത്ത് ഡയറക്ഷൻ ഓക്കെ ആയിരുന്നു. കാരണം ചില പടങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക ഈ പേസ്റ്റ് ഒട്ടിച്ച് വെച്ച പോലെ ചില സീൻസൊക്കെ തോന്നുക. പക്ഷേ ഇത് യാതൊരു ഡയറക്ഷനും യാതൊരു വിട്ടുവീഴ്ചയും നല്ല ക്വാളിറ്റിയോടെ തന്നെ മികവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏതാണ് സീൻ വേണ്ടത് ബൈ സീൻസൊക്കെ എല്ലാം മോക്കൽ തന്നെയാണ് വിനീത് ചെയ്തിട്ടുള്ളത്. അതൊരു മുൻ ചിത്രം അയാൾ ഞാനല്ല ഇപ്പോൾ ഡിയർ ഫ്രണ്ടാണ്. രണ്ടും എനിക്ക് ഇഷ്ടപ്പെടാത്ത പോയ മൂവിയായിരുന്നു. ആ കൂടെ തന്നെ യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റ കാരണമായിട്ടും ഇതിലൊരു പവി കെയർടേക്കർ എന്ന് പറയുമ്പോൾ
ആ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറ്റിമറിച്ച് കൊണ്ടുള്ള ഒരു ഡയറക്ഷൻ തന്നെയാണ് അദ്ദേഹം ഒരുക്കി വെച്ചത്. തിരക്കഥയെക്കുറിച്ച് പറയുമ്പോൾ പല തിരക്കഥകളുണ്ട്. കാരണം കോമഡി ട്രാക്കാണ്, ഒരു ലവ് കോമഡി ട്രാക്കാണ് അത് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതൊരു പരിധി വരെയും വിജയിച്ച് എനിക്ക് പറയാൻ സാധിക്കുക. കാരണം തുടക്കത്തിൽ നന്ദി പറച്ചിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് കയ്യിൽ പോയി എന്ത് ലാഗാന്ന് വിചാരിച്ചു. പിന്നീട് ദിലീപിൻ്റെ ഇൻട്രോയോട് കൂടി തന്നെ ചിത്രം ആരംഭിക്കുന്നു. ഈ ഇൻ്റർവെൽ വരെയും ഈ കോമഡി തന്നെയാണ്. തിയേറ്ററിലൊക്കെ നിറഞ്ഞ കൈയോടി കോമഡി തന്നെയാണ്. എടുത്ത് നിൽക്കുന്ന ആളൊക്കെ കൈ കൂട്ടിയിട്ടാണ് അയാൾ ചിരിച്ചിരുന്നത്. കാരണം അത്ര തന്നെ ചില ഭാഗങ്ങൾ കോമഡി ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇമ്പ്രസീവ് ആയതും. ഞാനും വിചാരിച്ചു ഇലക്ഷൻ ഡേയിലൊക്കെ ഫാമിലീസ് വരില്ലെന്ന്. കാരണം ഫസ്റ്റ് ഷോക്ക് തന്നെ ഫാമിലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ദിലീപ് എന്ന് പറയുന്ന നടനിലുള്ള വിശ്വാസം പലർക്കും കൈവിട്ടില്ലെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനം എടുത്ത് പറയാച്ചെങ്കിൽ ദിലീപിനെ കൊണ്ടാവുന്ന രീതിയിൽ തന്നെ ദിലീപ് ചെയ്തു. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ പഴയ ദിലീപ് അല്ല ഒരിക്കലും പോലും ഈ പുതുതലമുറയിൽ വരുന്ന ദിലീപ് എന്ന ആ വ്യക്തി നിരാശപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിന് ചെയ്യുന്ന വിധത്തിൽ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് കോമഡി സീൻസൊക്കെ ആയിട്ട്. പിന്നെ എടുത്ത് പറയുന്നത് മറ്റു വ്യക്തികളായിട്ട് പറയുന്നത് ഒരു നായികമാരായിട്ട് വരുന്ന വ്യക്തികളാണ്. 4 പേരുണ്ട്. ആ 4 പേരും പുതുമുഖങ്ങളാണെന്ന് തോന്നിപ്പിക്കുക തന്നെ നല്ല രീതിയിൽ തന്നെയാണ് മികച്ച പഠനം കാഴ്ചവെച്ചത്. കാരണം എല്ലാവർക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ തന്നെ. ആ സ്ക്രീൻ സ്പേസ് ആണെങ്കിലും കണ്ടിരിക്കാൻ തോന്നുന്നു നല്ല ക്വാളിറ്റിയോടെ തന്നെയാണ് അവരൊക്കെ അഭിനയിച്ചിട്ടുള്ളത്. അതായത് ഓരോ വ്യക്തികളും എടുത്ത് പറയണം, പേരറിയത്തോടെ എടുത്ത് പറയാത്ത പലരും നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൂപ്പർ മാർക്കറ്റ് വരയ്ക്കുന്ന 2 പെൺകുട്ടികളുണ്ട്. കൂടുതൽ പറഞ്ഞാൽ അതും സ്പോയിലായി പോകും. അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തു. അതുപോലെ തന്നെ ഒരു ഫ്ലാറ്റ് വരയ്ക്കുന്നൊരു പെൺകുട്ടിയുണ്ട്, ഒരു പനുണ്ട്. അവരും നല്ല രീതിയിൽ തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. അതായത് പുതുമുഖങ്ങളാണെന്ന് തോന്നിക്കാതെ നല്ല രീതിയിൽ തന്നെ ചെയ്തു. പിന്നെ ജൂനിയറിൻ്റെ ഉണ്ട്. അവർക്ക് അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രൈസ് കുറവാണെങ്കിൽ പോലും ഓവറാക്കാതെ തന്നെ ചെയ്തിട്ടുണ്ട്, ഓവർ ചെലവൊന്നുമില്ല. പിന്നെ ധർമ്മജുണ്ട്. ധർമ്മജൻ്റെ ഒരു കോമഡി സീൻസോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇടയ്ക്ക് ഈ ദിലീപിനെ കാണുമ്പോൾ വണ്ടിയിൽ ഇറങ്ങുക, ഫുഡ് കഴിക്കുക. ഈ ചെറിയ സ്പേസിലാണ് ധർമ്മജൻ്റെ ഡ്യൂട്ടിയുള്ളൂ. നമ്മുടെ സ്പടികൻ ജോർജ് ഉണ്ട്. പിന്നെ ശരത് കുമാറിൻ്റെ വൈഫ് ആയിട്ടുള്ള അവർ ചെയ്തിട്ടുണ്ട് നല്ലൊരു കഥാപാത്രം. അപ്പോൾ ഇത്രയേറെ വ്യക്തികളൊക്കെയാണ് ഈ നമ്മുടെ പവി കേട്ടേക്കറുള്ളത്. പിന്നെ പാട്ടുകൾ നേരത്തെ പറഞ്ഞ പോലെ പാട്ടുകൾ നല്ല പാട്ടുകൾ തന്നെ, റിപ്പീറ്റുള്ള പാട്ടുകൾ തന്നെയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. നെഗറ്റീവായി എനിക്ക് തോന്നിയത് ലെങ്ത്ത് തന്നെയായിരുന്നു. കാരണം ഡ്യൂറേഷൻ കുറച്ച് കൂടുതലുള്ള പോലെ തോന്നി. കാരണം ഇൻ്റർവെല്ലിനൊക്കെ അത്യാവശ്യം സമയം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻ്റർവെല്ലാം എന്നുള്ള നല്ല തോന്നലുണ്ടായിരുന്നു. ഇതിൻ്റെ അവസാനം എത്തുമ്പോൾ ഇത് എങ്ങനെയാണ് കൊണ്ട് അവസാനിപ്പിക്കുന്ന രീതി തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ തിരക്കഥയിലുള്ള ചെറിയൊരു മാറ്റങ്ങൾ മാറ്റി വരുത്തിയാൽ കുറച്ചും കൂടി ബെറ്റർ ആവുമെന്ന് എനിക്ക് തോന്നി. കാരണം ചില സീൻസൊക്കെ വേണ്ട എന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഭയങ്കര വലിച്ചു നീട്ടുന്ന പോലെ തോന്നി. കാരണം നമുക്ക് എന്താണെന്നറിയാം, പിന്നീട് ആകാംക്ഷ കൂട്ടി ഒരു കൊണ്ടുപോകാനുള്ള ഒരു തരത്തിലായിരുന്നു ഒരു അവസാനത്തെ ക്ലൈമാക്സ് സീൻസൊക്കെ ഒരുക്കി വെച്ചത്. അത് കുറച്ചൊന്ന് കുറയ്ക്കാമായിരുന്നു. അതുപോലെ തന്നെ കോമഡീസൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ചില കോമഡീസൊക്കെ വർക്കൗട്ട് ആവാൻ സാധിച്ചു, നല്ല തന്നെ വർക്കൗട്ട് ആവാൻ സാധിച്ചു. കാരണം ഇതിൽ എസ്പെഷ്യലി ഫസ്റ്റ് ഒരു ഫ്ലാറ്റിൽ വെച്ചിട്ട് മരപ്പെട്ടിയെ പിടിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്, നല്ല തന്നെ വർക്കൗട്ട് ആവാൻ സാധിച്ചു. അത് കഴിഞ്ഞൊരു കോമഡി, ഒരു ദിലീപ് ഒരു പടിയുടെ സ്റ്റെപ്പിന് മുകളിൽ വീഴുന്ന സീനൊക്കെ ഉണ്ട്. അത് ഭയങ്കര അധപനമായി തോന്നി. കാരണം ദിലീപിൻ്റെ പടത്തിലും പല ഡേ നമ്മൾ റിപ്പീറ്റ് അടിച്ച് കണ്ടുള്ള സാധനം തന്നെയാണ്. ഇതിലിപ്പോൾ തന്നെ ദിലീപും ധർമ്മജനും ഹോട്ടലിൽ ഫുഡ് കഴിക്കുന്ന സീനുണ്ട്, അതിലും വരുന്ന കോമഡികൾ റിപ്പീറ്റ് അടിച്ചിട്ടുണ്ട്. കാരണം പല കോമഡി നമ്മൾ കണ്ടും പറഞ്ഞിട്ടുള്ള അതേ കോമഡി തന്നെ എടുത്തു വെച്ചിട്ടുള്ളത്. സ്റ്റോറിയെ കുറിച്ച് പറയുമ്പോൾ പുതുമയൊന്നുമില്ലെങ്കിൽ പോലും എന്താ പറയുക, ഇന്നത്തെ ഒരു അവധിക്കാലത്ത് ഫാമിലീസ് ഏറ്റെടുക്കാവുന്ന രീതിയിലുള്ള ഒരു കോമഡി തന്നെയാണ് സ്റ്റോറി തന്നെ യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അത്യാവശ്യം ഒരു കോമഡി സീൻസൊക്കെ ഉണ്ട്. കാരണം ടെൻഷനൊന്നും ഇല്ലാതെ കണ്ടിരിക്കാവുന്ന ഒരു ചിത്രം തന്നെയാണ് പവി കേട്ടേക്ക് എന്ന് പറയുമ്പോൾ. കാരണം ദിലീപിൻ്റെ മുൻ ചിത്രം അപേക്ഷിച്ച് തങ്കമണിയെങ്കിലും ബാന്ദ്രയാണെങ്കിലും അതിനേക്കാൾ അതായത് ഒരു 100 ഇരട്ടി മുകളിൽ നിൽക്കുന്ന ഒരു പ്രകടനം തന്നെയാണ് ദിലീപ് കാഴ്ചവെച്ചതും ചിത്രത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കാരണം ഫാമിലീസ് ഏറ്റെടുക്കാൻ വളരെ ചാൻസ് കൂടുതൽ തന്നെയാണ്. കാരണം കോമഡീസും കാര്യങ്ങളും അത്യാവശ്യം ഉണ്ട്. അപ്പോൾ സ്റ്റോറി നോക്കുക വെച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ നോക്കുന്നത് തലവയ്ക്കാണ്ടിരിക്കുക നല്ലത്. സ്റ്റോറിയായിട്ട് കൂടുതലായിട്ടൊന്നും ചിത്രത്തിലില്ല. പിന്നെ നെഗറ്റീവിലോട്ട് എനിക്ക് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ അവസാനത്തെ ക്ലൈമാക്സ് ആയിരുന്നു. ഒട്ടും തന്നെ ഇംപ്രസീവ് ആകാത്ത പോലെ തോന്നി. കാരണം ഒരു ചെറിയൊരു സ്പോയിലർ ആവുന്നതുകൊണ്ടാണ് പല പടത്തിലും കണ്ടില്ല ചില സീൻസൊക്കെയാണ്. പക്ഷേ അതിൻ്റെക്കാൾ കൂടുതൽ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഒരു ക്ലൈമാക്സ് സൃഷ്ടിച്ചു. കാരണം നമ്മൾ ഇങ്ങനൊരു വ്യക്തിയാവോ അല്ലേന്ന് തോന്നലായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ കഥാപാത്രം തന്നെയാണ് ദിലീപിനായിട്ട് കാസ്റ്റ് ചെയ്ത് കൊടുത്തത്. അത് ഓക്കെ തന്നെയായിരുന്നു. കാരണം 4 സ്ത്രീ കഥാപാത്രങ്ങൾ പോലും ദിലീപിന് നല്ല ചേർച്ചുണ്ടായിരുന്നു എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു തവണ കണ്ടു മറക്കാവുന്ന നല്ലൊരു ആശ്വാസകരമായിട്ടുള്ള ദിലീപേട്ടൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് പവി കേട്ടേക്കർ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയി കാണുക, എൻജോയ് ചെയ്യുക. കാരണം കുട്ടികൾക്കും നമ്മുടെ ഫാമിലീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല സീൻസും കോമഡീസൊക്കെ ഉണ്ട്. കാരണം ദിലീപിൻ്റെ പോലെ തന്നെ അഡൻസ് ഓൺലി കോമഡീസും കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ കൊടുത്തിട്ടില്ല. അത് അത്യാവശ്യം നല്ല ഫ്രഷോട് കൂടി ടെൻഷൻ അടിച്ച് കാണാതിരിക്കാവുന്ന നല്ല ചിത്രം തന്നെയാണ് പവി കേട്ടേക്കർ. അപ്പോൾ എന്തായാലും ചിത്രം കണ്ടവരും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ പോലത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് പരിഗണിക്കുക. വീണ്ടും പുതിയ വീഡിയോ കാത്തിരിക്കുക. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.